ഹലോ, എല്ലാവരും എന്ത് ചെയ്യുക? ഞാനിന്ന് മുല്ലപ്പൂമാല കോർക്കാൻ വേണ്ടി വന്നതാണേ. മുല്ലപ്പൂമാല കോർക്കുകയല്ല, കെട്ടുക. പേപ്പർ മുല്ലപ്പൂ കുറച്ച് അധികം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ശരി, നമുക്ക് ഇപ്രാവശ്യം ഒരു മുല്ലപ്പൂമാല ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഞാനിത് ആദ്യമായിട്ട് കേട്ടോ പേപ്പർ കൊണ്ടുള്ള മുല്ലപ്പൂവിലൊരു മാല ഉണ്ടാക്കുന്നത്. മുല്ലപ്പൂ സാധാരണ പൂവ് കൊണ്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും പഠിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഒരു 1-2 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പൂവ് കെട്ടാൻ പഠിച്ചിട്ട്. അപ്പോൾ പൂവ് കെട്ടുമ്പോൾ സാധാരണ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല. പക്ഷേ പേപ്പറിൽ പൂവ് കെട്ടുമ്പോൾ പൂവ് നമ്മളുടെ ഇഷ്ടത്തിന് വരില്ല, നമ്മൾ പൂവിൻ്റെ ഇഷ്ടത്തിന് പോകണം. പിന്നെ നൂല് നമ്മൾ സാധാരണ പൂവ് കെട്ടുമ്പോൾ നനച്ചിട്ടാണ് കെട്ടുക. ഇത് പക്ഷേ നനയ്ക്കാൻ പറ്റില്ലല്ലോ, ഇത് പേപ്പർ മുല്ലപ്പൂവല്ലേ, പണി കിട്ടും. അപ്പോൾ ഞാനത് എങ്ങനെയൊക്കെയോ വലിച്ചു പിടിച്ചിങ്ങനെ കെട്ടി ശ്രമിച്ചു നോക്കി. ആദ്യം ഒരു വാമപ്പ് ചെയ്യുന്ന പോലെ ഇത് മുഴുവൻ കെട്ടാൻ ശ്രമിച്ചു തുടങ്ങി. അപ്പോൾ ഓക്കെ, എനിക്കിത് കെട്ടാൻ പറ്റും എന്ന് തോന്നിയിട്ടോ. അങ്ങനെ കെട്ടി കുറച്ച് ദൂരം എത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായത് മുല്ലപ്പൂവിന് ഇതിൻ്റെ അത് നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. മുല്ലപ്പൂവ് കെട്ടുമ്പോൾ ഒട്ടിച്ച് പുറത്തിറങ്ങുമായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നായി താഴെ വീഴാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ എനിക്ക് ആകെ ദേഷ്യം പിടിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കെട്ടിവെച്ച മുല്ലപ്പൂവെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വീണ്ടും ആദ്യം തൊട്ട് ഒന്നുകൂടി കെട്ടി. അപ്പോഴാണ് എനിക്ക് ഓക്കെ ആയത് കേട്ടോ. രണ്ടാമത്തെ തവണ കെട്ടുമ്പോൾ ഞാൻ ഓക്കെ ആയി, എനിക്ക് കെട്ടാൻ കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ട്രിക്ക് ഏകദേശം മനസ്സിലായി കേട്ടോ. അപ്പോൾ ഭംഗിയായി കെട്ടി. പിന്നെ മുല്ലപ്പൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കുറേ ഓർമ്മകളുണ്ടാവുമല്ലോ. എനിക്ക് മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്തെ ചങ്ങമ്പുഴയുടെ മനസ്വിനി എന്ന് പറയുന്നൊരു കവിത പഠിക്കാനുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. നല്ല രസമുള്ള കവിതയാണേ. അപ്പോൾ ആ കവിത പഠിക്കുന്ന സമയത്ത് അന്നത്തെ എൻ്റെ മലയാളം ടീച്ചർ ചങ്ങമ്പുഴയുടെ അനുബന്ധ കൃതികളൊക്കെ പഠിക്കുമല്ലോ. ആ സമയത്ത് എന്നോട് പറഞ്ഞു, ചങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്, അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കിയപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കൃതി എനിക്ക് ടീച്ചർ ലൈബ്രറിയിൽ നിന്ന് അന്ന് എടുത്തു തന്നിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് വായിക്കും, അത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പം കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടിരുന്നു കേട്ടോ. നല്ല രസമുള്ള കവിതയാണേ. പക്ഷെ അന്നത് കേൾക്കുമ്പോൾ ഞാൻ അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ലൈഫിൽ ഞാൻ എവിടെ പൂവോ പൂമാലയോ പൂവിൻ്റെ സ്മെല്ല് പോലും വന്നാൽ എനിക്ക് ആദ്യം ആ കവിതയാണ് ഓർമ്മ വരിക കേട്ടോ. ആ കവിത എന്ന് പറഞ്ഞാൽ ചങ്ങമ്പുഴ, അതായത് നമ്മളുടെ കവി ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി പൂമാലകൾ വിൽക്കുന്നത് കണ്ടിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് കവി എഴുതുന്ന കുറച്ച് ഭാഗങ്ങൾ, ഒരു കവിത, അത്ര തന്നെ. നല്ല രസമുള്ള കവിതയാണ്, കേട്ടിരിക്കാനും വായിക്കാനും ഒക്കെ രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. അപ്പോൾ അതിൻ്റെ വരികൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം, ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം, അപ്രമേയ വിലാസലോലമാം സുപ്രഭാതത്തിൽ സുസ്മിതം, ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം. ഇങ്ങനെയാണ് ആ കവിത തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്താണെന്ന് മനസ്സിലായോ? പൂവാണ് കവി ഉദ്ദേശിച്ചത്. അങ്ങനെ ആ കവിതയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരിക. നിങ്ങൾക്ക് ഇതുപോലെ പൂവിനെക്കുറിച്ച് ഒരുപാട് ഓർമ്മയുണ്ടാവില്ലേ? അതൊക്കെ എന്നോടൊന്ന് ഷെയർ ചെയ്യണേ കമൻറ്റിലൂടെ. അതല്ല, എൻ്റെ എന്തെങ്കിലും തെറ്റുകളോ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുല്ലപ്പൂ ഏകദേശം രണ്ടാമത്തെ തവണ കെട്ടിയപ്പം ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓണമൊക്കെ അല്ലേ വരുന്നത്. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ മുല്ലപ്പൂ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, സീസൺ അല്ലാത്തതുകൊണ്ട്. എന്തായാലും ഉപ്പിനോളം വരില്ല ഉപ്പിലിട്ടതെന്ന് അറിയാം, എങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്നാണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം പൂവൊന്നും കിട്ടിയില്ലെങ്കിൽ പേപ്പർ മുല്ലപ്പൂ വെച്ചാണെങ്കിലും മുല്ലപ്പൂവൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കസവ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു മുല്ലപ്പൂവും കൂടി ആയാലല്ലേ അതിൻ്റെ ഭംഗി പൂർത്തിയാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ ബൈ, താങ്ക് യു.